അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു സൺഡേ ആയിട്ട് നമ്മളൊന്ന് പുറത്ത് പോകാൻ ഇറങ്ങിയാണ്. നമ്മുടെ അമ്മണിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവളുടെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നമ്മളെവിടെ പോകുന്നത്. നമ്മൾ നമ്മണി ഒന്ന് ബീച്ചിൽ നിന്ന്, ഇവിടെ ബീച്ചിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇതുവരെ അവളെ വെള്ളത്തിലൊന്നും അങ്ങനെ ഇറക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ നമ്മളിന്ന് വിചാരിച്ചൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി അവളെ ഒന്ന് കളിപ്പിക്കുക, ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ വേണ്ട എല്ലാ സെറ്റാണ് നമ്മൾ. അപ്പോൾ അമ്മണിയുടെ ഒരു റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അമ്മണി ഹായ് ഹായ് പറ. ഹായ്. നമുക്ക് പെട്രോള് ഒന്ന് ഫില്ല് ചെയ്യണം, അതിനുശേഷം നമുക്ക് ബീച്ചിലേക്ക് പോകണം. അമ്മണിക്ക് എന്തെങ്കിലും സോങ് വേണം? സോങ് ഇടണോ അമ്മി? ഇല്ല, വെള്ളം വേണം. വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം സൂപ്പർ. കഴിഞ്ഞോ? ഓക്കെ, അപ്പോ ലെറ്റ്സ് ഗോ. നിന്റെ ഫോൺ വേണേ കണക്ട് ചെയ്യണ്ടേ അതിനകത്ത്, സിസ്റ്റത്തിൽ? നാളെ മുതലല്ലേ നീ ക്ലാസ്സിന് പോയി തുടങ്ങുന്നത്? നാളെ മുതലപ്പോ ഇനി മൊത്തം തിരക്കിലായിരിക്കും അല്ലേ? അമ്മണിയുടെ ഒരു ഫേവറേറ്റ് സോങ് ഇടുവാണ്, അപ്പൊ അവള് റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം. ആയിട്ട് ട്രൈ ചെയ്തു. ഒന്നും ചെയ്യണ്ട, അനങ്ങണ്ട. കണ്ട റിയാക്ഷൻ കണ്ടോ ഗൈസ്? കാറായപ്പോഴാണ് നമ്മള് വെറുതെ വിട്ടേക്കുന്നത് അല്ലേ അമ്മണി? കാറായതുകൊണ്ട് നമ്മള് വെറുതെ വിട്ടേക്കുന്നത്. നമുക്ക് അല്ലാതെ ഒരു ഡാൻസിന്റെ വീഡിയോ നമുക്ക് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാരെയും കാണിക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? പല്ലൊന്ന് കാണിച്ച പല്ലേ. വാവ്, നല്ല പല്ല. എന്താ അത് പ്ലേ ചെയ് ഗൈസ്. ഇതാണ് നമ്മളുടെ ഓച്ചിറ ടെമ്പിൾ. നമ്മളുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓച്ചിറ അമ്പലവും അതുപോലെ തന്നെ പള്ളിയും തൊട്ട് അടുത്തടുത്തായിട്ടുള്ള അതൊരു ഭയങ്കര ഒരു കോർഡിനേഷനാണ് ഈ ഒരു സംഭവം. കുറച്ചിട്ട് മറ്റേ ബാസ്റ്റു ഇരിക്കുന്നു. നമ്മള് കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് നമുക്ക് 3K വ്യൂസ് ഓൾറെഡി ഇപ്പൊ കയറിയിട്ടുണ്ട്. നമുക്ക് 3K എന്നൊക്കെ പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലുത് തന്നെയാണ്. അതുപോലെ ഞങ്ങള് കുളം വറ്റിച്ച ഒരു വീഡിയോ ഇട്ടപ്പോഴും നീ കേട്ടോ, അതിനും നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനും ഞങ്ങക്ക് 7K ഒക്കെ കയറിയായിരുന്നു വീഡിയോയ്ക്ക്. ലൈക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മളെ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു വ്യൂസ് ഒക്കെ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നല്ല, ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത്. ഞങ്ങളിപ്പോൾ അടുത്ത ഒരു ഫിഷിങ്ങിന്റെ തന്നെ നമ്മൾ
കടലിൽ പോയി ചൂണ്ടയിടുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടി അതിന്റെ തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങളൊരു 5 മെമ്പേഴ്സ് കൂടിയിട്ട് തീരുമാനിച്ചിട്ട് പോകാനാണ്. ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ബീച്ച് സൈഡിലായിട്ട് തന്നെ ഈ ചൂണ്ടക്കടയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി സ്റ്റിക്ക് സംഭവങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അങ്ങനെ. അപ്പം അതൊന്ന് കയറി നോക്കി പിന്നെ ഒരു കോരുവല മേടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ കരുതി ഹോട്ടലായിരിക്കും എന്ന്. അല്ല, ഇവിടെ അടുത്ത് ഏതോ നല്ല സീ ഫുഡ് ഒക്കെ കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു. പേര് ഞാൻ മറന്നുപോയി. ഇപ്പൊ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഇതിപ്പോ എവിടെയെങ്കിലും കയറി നമുക്ക് എന്താ വേണം കഴിച്ചിട്ട് പോണോ അതോ ഇറങ്ങുമ്പോ കഴിച്ചാ പോരെ? ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് കഴിക്കാം. കാരണം ഇവളില്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഉറങ്ങിക്കളയും. അതെ അതിപ്പോ ഫുഡ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവളെ കിട്ടത്തില്ല. അതാ നമ്മള് കടലിലൊക്കെ ഇറങ്ങി കഴിയുമ്പോ നമുക്ക് ഓൾറെഡി ഇവിടെ വേറെ നമ്മളുടെ ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ അച്ഛന്റെ ഒരു ഷാപ്പുണ്ട്. അവിടെ കയറി വേണം ഫുഡ് കഴിക്കാം. പക്ഷെ അത് ഇവിടെ വേണ്ട. അത് നമുക്ക് വേറൊരു ദിവസം. കാരണം ഓൾറെഡി ആളിപ്പോ ഉറക്കത്തിന്റെ ഒരു ഇതൊക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ ഇതല്ലാതെ അടുത്ത സൺഡേ നമുക്ക് ഗരുഡാഗിരി ഷാപ്പിലേക്ക് വിടാം. അവിടെ ആകുമ്പോ പൊളിക്കും. എന്താ അതുപോരെ? നോർമൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ അങ്ങനെ വലിയ ഹൈപ്പ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ റൂട്ടൊക്കെ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടനാട് സൈഡൊക്കെ പോവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി വരാം. അമ്മണിതേ ഇവിടെ ഇപ്പൊ ഉറക്കത്തിലേക്ക് ഇങ്ങനെ വീഴുക. മടിന്നൊക്കെ അങ്ങ് ഇറങ്ങി ഇങ്ങനെ കിടന്നുറങ്ങുക. നമുക്ക് അമ്മണി അങ്ങ് പറഞ്ഞു വിടാം. എന്താ നമുക്ക് ഇവിടെ ഇറക്കി നിർത്താം. നമുക്ക് വരുമ്പോ എടുക്കാം. അമ്മണി ഇവിടെ നിക്കാവോ? ഞങ്ങള് പോയിട്ട് വരട്ടെ പറ. അമ്മണിക്ക് നാണമൊന്നുമില്ല. ഒക്കെ ഇപ്പൊ ഉറങ്ങണം. എത്താറായി. ഇത് കഴിയുമ്പോ ഇപ്പൊ ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ ചുറ്റിനും ചൂണ്ടയിടുന്ന ടീമുകളായിരിക്കും. ഫോണ് ഞാൻ പിടിച്ചാൽ ഇവളെ ഒന്നും ഉണർത്തി പിടിക്കാൻ പറ്റത്തില്ല. മീൻ കാണിച്ചാൽ അയ്യോ, ഞങ്ങളുടെ എനർജി മൊത്തം കൊഴപ്പില്ല. കുറച്ച് വെള്ളം എടുത്തേ ഗൈസ്. അങ്ങനെ ഞങ്ങള് കടലിന്റെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മള് ബീച്ച് സൈഡിലോട്ട് പോകും. എടി ഇതിലേ പോവാം. അതിലേ വേണം കേറാൻ പറ്റും കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു. കഷ്ടം. അയ്യോ, മറ്റേ ഞാൻ പറഞ്ഞ ചൂണ്ട വാങ്ങുന്ന ഷോപ്പ് ഒന്ന് നോക്കണേ. ലെഫ്റ്റ് സൈഡില് ചൂണ്ടക്കട എത്തിയിട്ടുണ്ട്. നമുക്ക് ചൂണ്ടയുടെ ആ കോരുവലയുടെ അതിന്റെ ഇതാണ്ട ഗൈസ്. ഇതാണ് വേൾഡ് ഫേമസ് 6R ബാബുണ്ണന്റെ കട. ഒന്ന് ഒതുക്കണമല്ലോ. ഇറങ്ങാന് നീ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഞാൻ പോയി ചൂണ്ടയുടെ കാര്യം സെറ്റാക്കി വന്നു. കോരുവല നാളെ സ്റ്റോക്ക് വരത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഇതൊരെണ്ണം എടുത്തു വെക്കായിരുന്നില്ലേ? പ്ലേ ചെയ്തോ? കോരുവല കിട്ടിയില്ല. നമുക്ക് തൽക്കാലം ഇതൊരു സ്റ്റിക്ക് ഒരെണ്ണം എടുക്കാം. എന്താ ഇത് വേണ്ട? സ്റ്റിക്ക് ഒരുപാട് വീട്ടിൽ ഇരിപ്പുണ്ട്. നാളെ കോരുവല ഒന്ന് വാങ്ങാം. പിന്നെ മറ്റേത് നാളത്തേക്കേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് നാളെ വന്ന് വാങ്ങാം. ഓൾറെഡി നമുക്ക് ഒരുപാട് സ്റ്റിക്ക് ഇരിപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല.
ഐറ്റം കിട്ടിയില്ലല്ലോ. അപ്പൊ ഇനി നേരെ ബീച്ചിലോട്ട് പോവാം. വെള്ളം കാണിച്ചിട്ട് ഡോർ തുറക്കോ കുഞ്ഞിന്, നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവൾ ഉറങ്ങിപ്പോ. AC ഓഫ് ആക്കിയേ. നോക്ക് നോക്ക്, വെള്ളം കണ്ടോ? വെള്ളം. ഹായ്. മറ്റേ ഔട്ട് ഷൂട്ടിന് നമ്മള് അപ്പുറത്താ വന്നേ, അറിയാവോ? കുഞ്ഞിന്റെ ബർത്ത്ഡേ. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. ഇത് നമ്മുടെ അഴീക്കൽ ഹാർബർ. ഇവിടുന്ന് ഞങ്ങൾ മറ്റേ ഇതിനെയൊക്കെ എടുക്കാൻ വരുന്ന രാവിലെ ചിലപ്പോഴൊക്കെ മീനൊക്കെ വാങ്ങാൻ വരത്തില്ലേ. ചിലപ്പോ ഇവിടൊക്കെ വരുമ്പം നല്ല സ്പെഷ്യൽ റേറ്റിലൊക്കെ കിട്ടും. നമുക്ക് തിരിച്ചു പോകുമ്പോ കൊണ്ട് കാണാ പാലത്തിൽ കൂടെ പോകും. ഈ പാലം ഓർമ്മയുണ്ടോ? മറ്റേ ഷൂട്ടിന് വന്നപ്പോ ഉള്ള പ്രധാന ഏരിയ. ഇതൊരു വെറൈറ്റി ആയിരുന്നു. ഇപ്പം എല്ലാം കണ്ടും കൊറേ വന്ന് ബോറടിച്ചില്ലേ. എത്തി നമ്മള്. ഈ വണ്ടി നേരെ പാർക്ക് ചെയ്യാ. പാർക്കിങ് വിഷയമായിരിക്കും, സൺഡേ ആയതുകൊണ്ട്. ന്യൂട്രൈസ് ഇവിടെ ഓപ്പൺ ആണ്, പക്ഷെ എന്താ അടച്ചിട്ടേക്കുന്നല്ലോ. സൺഡേ ആണ്ടായിരിക്കും. അയ്യോ, പാർക്കിങ്ങിന്റെ പൈസ ഉണ്ടോ? ഗൂഗിൾ പേ ആണോ? എവിടെ എങ്ങനെ തിരിച്ചിടണ? എങ്ങനെയാണോ തിരിച്ച്? ഗൂഗിൾ പേ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ പാർക്കിംഗ് ഉണ്ടടി. നമുക്ക് പോകാൻ എളുപ്പമെന്നുള്ള രീതിയിലില്ല, അവിടെ കൊണ്ടിടാം, ഇവിടെ ഇടാം. അങ്ങനെ നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകും. ഇറങ്ങിയോ? നടപ്പൊക്കെ കണ്ടില്ലേ? പോയി എവിടെ പോവാ? ഭയങ്കര സന്തോഷം കേട്ടോ. വെയിലുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ അമ്മണി. ഇപ്പൊ നല്ല വെയിലുണ്ടല്ലേ. തിരിച്ചു വരുമ്പോ മേടിക്കാം. ഹായ്, നമുക്ക് ഷെയ്ക്കാൻ എങ്ങോട്ടും കൊണ്ടുപോണ്ടേ? എവിടെ? അങ്ങോട്ടോ? ഓക്കെ, നടന്നു. ആ തണലത്ത് പോയി നിക്കാടെ. ആണ്ട് മീൻ, മറ്റേ മീനെ കൊത്തിക്കുന്ന നമുക്ക് ഇവളുടെ കാലിലൊന്ന് കൊത്തിച്ചാലാ. എന്നാ മറ്റേ പെഡിക്യൂർ എന്നാ പറയുന്നത്, പെഡിക്യൂർ. ഓക്കെ ഓക്കെ നോക്കാം. മീൻ അതുകൊണ്ട് ആണോ? ഞാൻ ചെയ്തിട്ടുള്ള അമ്മണി നോക്കോ, ഇത് എന്തുവാ സംഭവം? ഐസ്ക്രീം. അമ്മണി അമ്മണി അമ്മണി
ചിരിച്ചേ 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 അത് കാണാം കാണാം കാണാം. വാ വാ. അതിലെയോ അമ്മണിയെ താഴെ ഇറക്കട്ടെ. വാ വാ. പതുക്കെ പതുക്കെ. ഓ അമ്മണി ഇന്ന് കുഴയും കേട്ടോ, ഭയങ്കര ടയേർഡാവും. ഇന്ന് വന്ന സമയം കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു. നല്ല വായ്പടി. നടക്കാൻ വയ്യ പാവത്തിന്. എടുക്കാം. എടുത്തോ അവളെ എടുത്തോ. നടക്കാൻ വയ്യ. എവിടാ നമ്മളിപ്പോ പോന്നേ? നമ്മളിപ്പോ എവിടാ പോണേ? കടല് കടല്. ഓ സന്തോഷം. നിനക്ക് ഉറങ്ങണ്ടേ? ഉറക്കെല്ലാം പോയി. ഉറങ്ങണ്ടേടാ? ഉറക്കം പോയി. അവളെ ഇവിടെ നിർത്തിയിട്ടൊന്നും വരല്ലേ? ഇറങ്ങുന്നോ? നീ ഇറങ്ങുന്നോ? ചെരുപ്പൂരി ഇട്. എന്താന്നറിയോ, എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇറങ്ങി കിടക്കുക. റിസ്കാ. പെതുക്കെ പോണേ. ഫോണ് കയ്യിലിരിക്കട്ടെ. ഞാനും പിന്നെ ഫോൺ കൊണ്ടല്ലേ വരുന്നത്. പേടിയെന്നാ? വേണ്ട. ഇങ്ങോട്ടോ കണ്ട കണ്ട കാല് കഞ്ഞ്. അമ്മണി 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 പേടിയാണ്. ഉറക്കം വന്നിരിക്കുന്നത് കൊണ്ടാ കൂടുതൽ. അടിപൊളിയില്ലേ? തിര കുറവാ. വാവ്, നോക്കിക്കേ അമ്മണി. ഇത് കണ്ടോ? അയ്യോ അയ്യോ, ഇത് ഇച്ചിരി കൂടുതലായി പോയി. ജസ്റ്റ് ഒന്നോട് കാല് നനച്ചാ മതി കേട്ടാ. പേടിയാണെങ്കിൽ ഇറക്കണ്ട, കുഞ്ഞിന് പേടിക്കും. അയ്യോ പാട്ട് പറയോ? അതാ വിഷയം. ഇറങ്ങി വന്ന് ഈ വാങ്ങേ ഇറങ്ങാൻ പോയി. ഉമ്മ ഇറക്കാം. വാ പിടിക്കും. വേണ്ട വേണ്ട, നീ ഇറക്കണ്ട. അയ്യോ തിര വരണം. അപ്പൊ ഒരു ഐസ്ക്രീം മേടിക്കാം. ഷെയ്ഖിനൊക്കെ പനിയാ. ഷെയ്ഖിനായി കുറച്ചൊന്ന് പാൻ്റ് എല്ലാം നനഞ്ഞല്ലോ. ചേട്ടാ ഓയ്, ആരും ഇല്ലേ? ചേട്ടാ ഇതിനകത്ത് ആരും ഇല്ലല്ലോ. കാണത്തില്ലായിരിക്കും ഇവിടെ. നമുക്കില്ല അവിടെ പോയി മേടിച്ചാലേ. നിങ്ങൾ രണ്ടുപേരും പോയി കാണിച്ചോ, ഞാൻ അവിടെ നിൽക്കാം. വേണ്ട വേണ്ട, രണ്ടും ചക്ക എടുത്തു. അതാകുമ്പോ ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. ഇതേതാ? ഇത് നീ പിടിച്ചു. ഇന്നാ ഇതെടുത്തോ?
അല്ലാതെ കഴിച്ചിട്ട് വരാം. അത് അന്നാ എന്നാ ഇതിന്റെ മേളിൽ ഇച്ചിരി കരിക്ക് വെച്ചത്, ആ ചക്ക വെച്ചത്. ഇല്ല 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 കൊടുത്തേ സ്വല്പം. ഇറങ്ങുന്നോ ഇറങ്ങുന്നോ? വെള്ളത്തിൽ ഇറക്കട്ടെ. അങ്ങനെ എന്തായാലും അവളെ കാലൊക്കെ മുക്കി ഇങ്ങ എടുത്ത്, അവൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അമ്മണി അല്ലോ തനിയെ ഓടിപ്പോന്നു. എന്തോ ചെയ്യുന്നേ? എന്തോ ചെയ്യുക? മണ്ണ് വരുവാണോ? അതുകൊണ്ട് അപ്പൂൻ്റെ അടുത്തോട്ട് പോവാം. ബാ, അതുകൊണ്ട് അപ്പു അവിടെ നിൽക്കുന്നു, അങ്ങോട്ട് പോവാം. ബാ. അവിടെ മണ്ണ് വാരി എറിയുന്നു. ഓടിയിര് ഓടിയിര് എറിഞ്ഞു ഓടിയിര്. കടലിലോട്ട് പോകാൻ പറയാം. അയ്യേ 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 കൊള്ളത്തില്ല. അയ്യേ അയ്യേ കൊള്ളത്തില്ല. പോവാം, നമുക്ക് പോവാം. ബാ, കൈയൊക്കെ തുടങ്ങി, കൈയൊക്കെ തുടങ്ങേ. കറി വെള്ളം ഉണ്ട്, അത് വെച്ച് കഴുകി കൊടുക്കും. മതി, എല്ലാം നനഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ പോവാൻ ഇറങ്ങിയപ്പോ അത്യാവശ്യം നല്ല വൈബായി. വെയിലായിരുന്നു, ടൈമില്ല. അപ്പൊ നമുക്ക് പോയിട്ട് പിന്നെ ഒരു ദിവസം വരാം. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മള് അമ്മിണിയെ കടലൊക്കെ കാണിച്ചത് കണ്ടോ, മൊത്തം നനഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷാക്കി അമ്മിണിയെ ഉറക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.